ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് അമ്മയാണ് എണീച്ചിട്ടുണ്ടായത്. ഞാൻ എണീക്കാൻ കുറച്ച് വൈദ്യനി അമ്മ എണീച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഒരു രാമായണ മാസവും കൂടി വന്നെത്തിയില്ലേ അല്ലേ? അപ്പോൾ ഇത്രനാൾ ഈ രാമായണ മാസം അച്ചച്ചനാണ് രാമായണം വായിച്ചുകൊണ്ടുണ്ടായത്. എല്ലാ വർഷവും അച്ചച്ചൻ മുടങ്ങാതെ വായിക്കും. ഇപ്പം പിന്നെ അച്ചച്ചന് കുറച്ച് ദിവസമായിട്ട് സുഖമില്ല, അതുപോലെ തന്നെ കണ്ണിനും ചെറിയൊരു പ്രശ്നം പോലെ വന്നുകൊണ്ട് തന്നെ ഇന്ന് മുതൽ അമ്മ വായിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമ്മ രാവിലെ എണീച്ച് കുളിച്ച് അമ്മ തന്നെയാണ് വിളക്ക് വെച്ചിട്ടുണ്ടായത്. നമ്മളെ വീട്ടിൽ കറക്റ്റ് 6 ഈ വിളക്ക് വെക്കൽ. അതിപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കറക്റ്റ് 6 വിളക്ക് വെക്കൽ. വിളക്കെല്ലാം വെച്ചതിന് ശേഷം അമ്മ രാമായണം വായിക്കും. അപ്പോൾ നിങ്ങളെ വീട്ടിലെല്ലാം ഈ രാമായണം വായിക്കലുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വ്ളോഗ് അത്ര വലിയൊരു ലെങ്ത് ഉണ്ടാവില്ല. ഞാനങ്ങനെ ഓവറായിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല. ഇന്ന് രാമായണ മാസം ആയതുകൊണ്ട് തന്നെ രാവിലെ അമ്മ രാമായണം വായിക്കുന്ന ഒരു വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വ്ളോഗ് എടുത്തത്. ഞാനാണെങ്കിൽ ഇന്നോ നാളെയോ പീരീഡ്സ് ആവുന്നൊരു അവസ്ഥയിലാണെന്നില്ലേ. അപ്പം ഞാൻ രാമായണം വായിച്ചാൽ തന്നെ പീരീഡ്സ് ആയാലും നിർത്തി വെക്കേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു അമ്മേനെ വായിച്ചോട്ടെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അപ്പുറം വെല്ലച്ചൻ്റെ വീട്ടിലും നല്ല വെളിച്ചനും ഭക്തിഗാനം വെക്കും. അതാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് നല്ല ശരിക്കും കേൾക്കും. രാവിലെ നീ ഭക്തിഗാനം കേൾക്കാൻ വേറെ തന്നെ ഒരു രസമാണ്. കുറേ നേരം ഞാൻ ഓരോ ഭക്തിഗാനവും എൻ്റെ വീടിന് പുറത്തിരുന്നിട്ട് ഇങ്ങനെ കേട്ടു. അതിൽ ഇന്ന് കൂടുതലും രാമായണത്തിൻ്റെ ഭക്തിഗാനമാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ കുറേ നേരം പുറത്തിരുന്നിട്ട് ഭക്തിഗാനവും കേട്ട് ഇങ്ങനെ ഇരുന്നു. സ്വതവേ ഞാൻ ഈ നെഗറ്റീവ് കമൻസ് മൈൻഡാക്കാത്ത ഒരാളാണ്. നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിലും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കില്ല. ചില സമയത്ത് 1-2 നെഗറ്റീവ് കമൻസ് വരും. പക്ഷെ ഞാനത് കണ്ടാലും എന്നത് ബാധിക്കലേ ഇല്ല. അതിൻ്റെ പാടിന് അങ്ങ് പോയിക്കോട്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടപ്പം എനിക്കത് കണ്ട സമയത്ത് എനിക്കതിന് റിപ്ലൈ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ വീടൊട്ടും കൊള്ളൂലാന്ന്. ഞാൻ ചിന്തിക്കുന്ന ഇന്നത്തെ കാലത്ത് കയറി കിടക്കാൻ ഒരു വീടില്ല തന്നെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ ചെറിയ വീടോ വലിയ വീടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വീട് പറഞ്ഞാൽ ഈ ഓടിട്ട വീടില്ലേ, എനിക്ക് ആ വീടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഓടിട്ട വീട് ഞാനിപ്പം എൻ്റെ അനിയത്തിനോട് ഞാൻ കൂടുതൽ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ഓടിട്ട വീടാണ്. ഇപ്പം ആ ജനൽ തുറന്നാൽ അപ്പുറം ഒരു തറവാട് വീട് കാണാം. അത് കിച്ചുവേട്ടൻ്റെയും വാച്ചിച്ചിട്ടെല്ലാം തറവാട് വീടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിനേക്കാളും എന്തും കൊണ്ടും ഇഷ്ടം ആ ഒരു ഓടിട്ട വീടാണ്. അതിൽ കിടക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഈ മഴ വന്നാലെല്ലാം ഓടിന് മുകളിലേക്ക് ആ മഴവെള്ളം വീഴുന്നൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ടും കേട്ട് ഉറങ്ങുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. എൻ്റെ വീട് എത്ര ചെറുതായാലും എനിക്ക് എൻ്റെ വീട് കൊട്ടാരം തന്നെയാണ്. വെയിലോ മഴയോ കൊള്ളാണ്ട് കിടക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നല്ല സമാധാനവും സന്തോഷവും ഉണ്ട്. അതിൽ കൂടുതൽ എന്താന്ന് വേണ്ടത്? എൻ്റെ സ്വർഗം ഇതാണ്. ആ കമൻറ്റ് ഇട്ട ആൾ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഈ കരിമ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇന്നലെ അമ്മമ്മ തറവാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നെയാണ്. അത്ര വലുതൊന്നല്ല, ഒരു കുഞ്ഞി കരിമ്പ്. അങ്ങനെ അമ്മ രാമായണമെല്ലാം വായിച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പത്രം ഇടാൻ വേണ്ടി പുതിയൊരു കുഞ്ഞിയാണ് വരുന്നത്. അപ്പം ഇപ്പറെല്ലാം വെള്ളം കയറിയോണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അപ്പുറം നമ്മളെ പത്രവും കൂടി വില്ലച്ചൻ്റെ വീട്ടിലാണ് കൊടുക്കൽ. അപ്പോൾ പത്രവും കൊണ്ട് രാവിലെ തന്നെ വില്ലച്ചൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിനി. കുറച്ച് ദിവസമായിട്ട് മഴ നന്നേ കുറവായതുകൊണ്ട് തന്നെ ഇപ്പം വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്തിലെ വെള്ളമെല്ലാം ഒരുവിധം എല്ലാം വറ്റി അങ്ങ് പോയി. ഇനിയിപ്പം നമ്മൾ അപ്പുറത്ത് ആ കണ്ടത്തിൽ മാത്രമേ കുറച്ച് വെള്ളമുള്ളൂ. അപ്പുറം വില്ലച്ചൻ്റെ വീടിൻ്റെ അപ്പുറത്തേക്കും വെള്ളം അത്യാവശ്യം ഉണ്ടത്രേ. നമ്മളെ വീടിൻ്റെ മുറ്റത്തിലെ വെള്ളമെല്ലാം അങ്ങ് വറ്റിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ആ ചായക്ക് അമ്മ പുട്ടാക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പുട്ടും കടലക്കറിയും. എനിക്ക് സ്വതവേ ഈ പുട്ട് അത്ര വലിയൊരു ഇഷ്ടമല്ല. ദോശ അല്ലാണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ പറയാം. നൂൽപുട്ട് പിന്നെയും ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ എനിക്ക് ദോശ മാത്രമേ എനിക്ക് രാവിലത്തെ പലഹാരമായിട്ട് സെറ്റ് ആവുള്ളൂ. അമ്മമ്മക്കാണെങ്കിൽ വയ്യൊന്ന് തറവാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് അമ്മമ്മ റെഡിയാവാൻ വേണ്ടി നിൽക്കുകയെന്നേ. എന്നോടും കൂടി വരുന്നോന്ന് ചോദിച്ചിട്ടുണ്ടായിനി. ആദ്യം ഞാൻ പോവാമെന്ന് വിചാരിച്ചു.
പിന്നെ എന്തൊരു മടി. അവിടെ എനിക്ക് കൂട്ടായിട്ട് ആരും ഉണ്ടാവില്ല. ആകെ അമ്മമ്മ ഏജിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു തറവാട്ടിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. കുഞ്ഞാവി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം ഓളെ വിളിച്ചപ്പോൾ ഓൾക്ക് കുറേ എഴുതാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും തറവാട്ടിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. കുഞ്ഞാവ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞാവ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഒറ്റക്ക് തന്നെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. കണ്ടത്തിലാണെങ്കിൽ ഇഷ്ടം പോലെ മീനുണ്ട്. അതിങ്ങനെ തുള്ളിക്കളിക്കുന്നത് കാണാം. കുഞ്ഞു കുഞ്ഞു മീനും ഉണ്ട്, അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള മീനും ഉണ്ട്. രാവിലെ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. രാവിലത്തെ ആ ഒരു രാമായണം വായിക്കുന്ന ആ ഒരു അത്രപ്പൊരു ഭാഗം ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ആക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, ഇന്നത്തെ ദിവസം വീട്ടിൽ എല്ലാവരും ഉണ്ട്, കുഞ്ഞാവിയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെ വീട്ടിലുണ്ടോ ഇതുപോലൊരാൾ? ഞാൻ അമ്മമ്മ ഫോൺ വിളിക്കുന്നത് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണേ. അപ്പോഴേക്ക് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അമ്മമ്മ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ആര് വിളിച്ച് സങ്കടം പറഞ്ഞാലും അപ്പം കരയും. അത് ചിലപ്പോൾ അറിയാത്ത ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇൻസ്റ്റയിൽ എന്തെങ്കിലും സങ്കടമുള്ള റീൽസ് എല്ലാം കാണിച്ചു കൊടുത്താൽ അപ്പം കരയും അമ്മമ്മ. അമ്മമ്മ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, പെട്ടെന്ന് കരയും. ഞാനിങ്ങനെ നോക്കുമ്പോൾ ആരെയോ ഫോൺ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അമ്മമ്മരെ ഫോൺ വിളിയും കേട്ടിട്ട് നേരെ ഉള്ളിലേക്ക് വന്നു. ഞാൻ ഇന്നലെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇന്നലെ വീട്ടിൽ സുഹൃത്തേട്ടൻ ഉണ്ടായിനി. അപ്പം ഇന്നലെ എടുക്കാൻ തന്നെ വിചാരിച്ചെന്ന്. പക്ഷെ എനിക്കാണെങ്കിൽ 2 ദിവസമായിട്ട് ചെറിയൊരു പനി പോലെ ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു ക്ഷീണം പോലെ, ഒട്ടും കഴിയുന്നില്ല. അപ്പോൾ ക്ഷീണത്തിനിടയിൽ വീഡിയോ കൂടി എടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ എടുത്തിട്ടാണ്. സുഹൃത്തേട്ടനാണെങ്കിൽ എന്നെ സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അതാണെങ്കിൽ ഒരു ഗോസ്റ്റിൻ്റെ സിനിമ, ഇംഗ്ലീഷ് സിനിമ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് ആകെ എന്തോ ഒരു പോലെയാണ്, പേടിയാണെന്നല്ലേ. രാത്രിക്ക് കിടന്നുറങ്ങാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരുമല്ലോ, ഇങ്ങനത്തെ സിനിമയ്ക്ക് എന്നെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകണ്ട, നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് കണ്ടോയെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടി. എനിക്ക് ഈ പ്രേതത്തിൻ്റെ സിനിമ, സൈക്കോ സിനിമ, എനിക്ക് ഇങ്ങനത്തൊന്നും കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കുറേ ആയി അല്ല എൻ്റെ വ്ളോഗിൽ നമ്മളെ ഗോപാലേട്ടനെല്ലാം കണ്ടിട്ട്. അപ്പോൾ ഗോപാലേട്ടൻ കുറച്ച് ദിവസം തമിഴ്നാട്ടിലാണ് ഉണ്ടായത്. ഗോപാലേട്ടൻ്റെ നാട്ടിൽ പോയിട്ടാണ് ഉണ്ടായത്. പെട്ടെന്ന് ഗോപാലേട്ടൻ്റെ കസിൻ സിസ്റ്റർ മരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ കുറേ നാൾ ഗോപാലേട്ടൻ്റെ നാട്ടിലാണ് ഉണ്ടായത്. ഇതിനിടയിൽ തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. അപ്പം വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്കും അമ്മക്കും അമ്മമ്മക്കും ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിന്, സിസ്റ്റർ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഫോണിൽ ഫോട്ടോ എല്ലാം കാണിച്ച് ഗോപാലേട്ടനോട് വർത്താനം പറയുമ്പോഴേക്കും ഗോപാലേട്ടനാണെങ്കിൽ പെട്ടെന്ന് ആകെ സങ്കടം വന്നിട്ട് കരഞ്ഞു പോയി. അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ തമിഴ്നാട്ടിലാണ് ഉണ്ടായത്. ഇതിനിടയിലാണ് ഗോപാലേട്ടൻ തിരിച്ചു വന്നത് നാട്ടിലേക്ക്. അച്ഛന് പുട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛന് വേണ്ടിയിട്ട് ചപ്പാത്തി ആക്കിയിട്ടുണ്ടായിനി. എനിക്ക് ഈ പുട്ടിൻ്റെ അത്ര പോലും ചപ്പാത്തി ഇഷ്ടമല്ല. എനിക്ക് ചപ്പാത്തിയുടെ ടേസ്റ്റ് എന്തോ അത്ര പിടിക്കുകയില്ല. പിന്നെ ഈ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്, ചപ്പാത്തി ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ടി വിയും കണ്ടുകൊണ്ട് ചായ കുടിച്ചു. പുട്ട് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റൊരു കഷ്ണം പുട്ടേ എടുത്തിട്ടുള്ളൂ. ഞാൻ എന്തായാലും ഫുള്ള് തീർക്കാൻ സാധ്യതയില്ല. ചായ കുടിച്ച് എണീച്ചാടും അമ്മമ്മയുടെ സാരി അമ്മമ്മ ഇസ്തിരിടാൻ വേണ്ടി തന്നിട്ടുണ്ടായിനി. അമ്മമ്മയ്ക്ക് ഇനിയിപ്പോൾ നേരെ തറവാട്ടിലേക്ക് പോകണം. അപ്പുറത്തുനിന്ന് വെല്ലമ്മയും അതുപോലെ ലക്ഷ്മി അമ്മമ്മയെല്ലാം ഉണ്ട്. എല്ലാവരെയും കൂടി അച്ഛൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അതിനിടയിൽ അമ്മ നല്ല പൊങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിനി. എനിക്ക് തേങ്ങയിലുള്ള പൊങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചെറുതാണ്, അത്ര വലുതൊന്നുമല്ല. എന്നാലും ആ ചെറുതാണെങ്കിൽ അതിന് നല്ല മധുരം ഉണ്ടായിനി. അമ്മമ്മ ഇതാ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഇനി അപ്പുറത്തുനിന്ന് വെല്ലമ്മ കൂടിയുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും വീട്ടിലേക്ക് ത്രിതു വന്നിട്ടുണ്ടായിനി. ത്രിതു ഇത്ര നാളും ത്രിതുവിൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് ഉണ്ടായത്. ത്രിതു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും. ഇപ്പം ത്രിതുവിൻ്റെ വീടിൻ്റെ ചുറ്റും നല്ലോണം വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഓനെല്ലാവർക്കും പേടി പുറത്തേക്ക് നമുക്ക് കാണാണ്ട് ഇറങ്ങി പോകുമെന്ന്. അതുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ട് ഓൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് ഉണ്ടായത്. 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. മുട്ടായി ഒന്ന് കുഞ്ഞാക്ക് കൊടുത്തപ്പോഴേക്കും കുഞ്ഞാക്ക് നല്ല അടി കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ പൊന്തിയതാണ്. എന്തോ ഭാഗ്യത്തിന് കൊടുത്തിട്ടില്ല. കുഞ്ഞാവാണെങ്കിൽ കണ്ണിൻ്റെ ഈ ഒരു പ്രശ്നം കാരണം കുറേ ക്ലാസ് കട്ടാക്കിയിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ കുറേ നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ടായിനി. അങ്ങനെ അവൾ കുത്തിയിരുന്ന് നോട്ട് ഫുൾ എഴുതി തീർക്കുന്നുണ്ട്. ത്രിതുവാണെങ്കിൽ അതിനിടയിൽ കുഞ്ഞാനെ തച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്.
അമ്മമ്മ എന്നെ കുറേ തറവാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് എന്തിനേയും തറവാട്ടിലേക്ക് വാടുന്ന വീഡിയോസ് എല്ലാം എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കാണെങ്കിൽ വൈകുന്നേരം വരെ ഞാൻ കട്ട പോസ്റ്റായിട്ട് ബോറടിച്ചിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ടുണ്ടായിട്ട് പോയാലും നല്ല നല്ല വീഡിയോസ് എല്ലാം എടുക്കാം. അമ്മമ്മേലെ ഇനി വൈകുന്നേരം മാത്രമേ തിരിച്ചു വരുള്ളൂ. അപ്പം വൈകുന്നേരം വരെ അവിടെ വെറുതെ ഇരിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പോവാത്തത്. ഇനിയിപ്പോൾ നേരെ പോയി കുറച്ച് അലക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇന്നലെയും മിനിയാന്നും ചെറുതായിട്ടൊരു പനി പോലെ ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് അവിടെ 2 കൂട്ടി വെച്ചു. അപ്പം ഇന്നതെല്ലാം എടുത്ത് അലക്കണം. കുറച്ച് അധികം തന്നെ ഉണ്ട്. ഇനി ഞാൻ നേരെ പോയി അലക്കട്ടെ. ത്രിതുവാണെങ്കിൽ കുഞ്ഞാ നോട്ട് എഴുതുന്നതിനിടയിൽ എന്തെല്ലോ വർത്താനം പറയുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞു മണി എന്നെല്ലാം പറയലായി. നമ്മളെ ഫോട്ടോ നോക്കിയിട്ട് കുഞ്ഞു മണി എന്നെല്ലാം പറയുന്നുണ്ട്. വർത്താനം കേൾക്കാൻ നല്ല രസമുണ്ട്. കുറേ നേരം വീട്ടിൽ തന്നെ കളിക്കുന്നതിനിടയിൽ അമ്മ അമ്മ എന്നാക്കിയിട്ട് ഓനെ നേരെ വീട്ടിലേക്ക് ഉണ്ടാക്കി. അമ്മക്ക് ടാറ്റയെല്ലാം കൊടുത്ത് നേരെ അവൻ്റെ വീട്ടിലേക്ക് ആക്കി ഞാൻ അവനെ. താഴെ കീക്കാൻ പേടിയാണ്. നേരെ ഇവിടുന്ന് പോയാൽ നേരെ അവൻ്റെ വീട്ടിലേക്ക് എത്തുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കൊണ്ടാക്കി. അങ്ങനെ ഞാൻ അലക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഗോപാലേട്ടൻ വന്നിട്ടുണ്ടായിനി. കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിനി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ എനിക്കൊരു റീൽസ് എടുത്തു തരണം, ഞാൻ പാട്ടെല്ലാം പഠിച്ചിനി, നീ എനിക്ക് റീൽ എടുത്തു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗോപാലേട്ടന് റീൽ എടുത്തു കൊടുത്തു. ഗോപാലേട്ടൻ അത്യാവശ്യം നല്ല പോലെ അഭിനയിക്കും. പ്രണയവിലാസ് എന്ന് പറഞ്ഞ മൂവിയിലെല്ലാം ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2-3 മൂവിയിൽ ചെറിയ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് ഗോപാലേട്ടൻ. അതുപോലെ കുറേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോലെ അഭിനയിക്കും. ഇനിയിപ്പോൾ ഗോപാലേട്ടൻ്റെ വീഡിയോയിൽ എടുത്തു കൊടുത്തതിന് ശേഷം എനിക്ക് നേരെ അലക്കാൻ വേണ്ടി പോകണം. അങ്ങനെ അമ്മയുടെ അടുക്കുന്ന നല്ല അഭിപ്രായമെല്ലാം കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ അലക്കി. അതിനിടയിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പുറത്ത് സ്റ്റാൻഡ് വെക്കാൻ പറ്റുന്നില്ല. അലക്കുന്നതിനിടയിൽ ഏടുന്ന് പറ്റിയതാണെന്ന് അറിയില്ല, എൻ്റെ കഴുത്ത് ഫുള്ള് പുഴു കടിച്ചിട്ട് നല്ലോണം പൊന്തിയിട്ടുണ്ട്. ആദ്യം ഞാൻ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ പറഞ്ഞു, വേണ്ട തുളസി തേച്ചിട്ട് നോക്കി നോക്ക്, എന്നിട്ടും കുറഞ്ഞിട്ടില്ലെങ്കിൽ പോയിട്ട് കുളിച്ചോന്ന് പറഞ്ഞു. കഴുത്തിന് മൊത്തം എനിക്ക് ചൊറിഞ്ഞിട്ട് ഇതുപോലെ നല്ലോണം പൊന്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആറിടുന്ന സമയത്ത് പറ്റിയതാണെന്ന് തോന്നുന്നു. തുളസിയെല്ലാം ആക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അത് ഓക്കെ ആയിട്ടുണ്ടായിനി. ആ പൊന്തിയതെല്ലാം അങ്ങ് താണെ പോയിട്ടുണ്ടായിനി. അപ്പോഴേക്കും അമ്മ ഉച്ചക്കേക്കില്ലേ ചോറിനില്ലേ പയറ് വറവ് സാമ്പാർ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനെ. അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ ഞാൻ നേരെ പോയി ചോറ് കഴിച്ചു. സാമ്പാർ, പയറ് വറവ്, മത്തി പൊരിച്ചത്, പപ്പടം, മുട്ട വറവ്, അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങി. നേരെ പുറത്ത് പോയി ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കുഞ്ഞാവയും കൂടി വന്നിട്ടുണ്ടായിനി. കുഞ്ഞാവാണെങ്കിൽ ഫസ്റ്റ് ക്യാമറ കണ്ടിട്ടുണ്ടായിട്ട് ആ ക്യാമറ കണ്ടാടും തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാണ്. എൻ്റെ മുഖം എന്തെങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അതാ ഉപ്പിലിട്ട മാങ്ങ കഴിച്ചതിൻ്റെ എക്സ്പ്രഷനാണ്. ഈ മാങ്ങയാണെങ്കിൽ അത്യാവശ്യം നല്ല പുളിയുണ്ട്. അങ്ങനെ ഞാനും കുഞ്ഞാവയും കൂടി ഓരോ വർത്താനം പറഞ്ഞിട്ട് പുറത്തുനിന്ന് ചോറ് കഴിച്ചു. ഇനിയിപ്പോൾ ഇപ്പോഴേ എണീക്കൂല, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടാവും. ചോറെടുത്ത് കഴിഞ്ഞാലും നമ്മൾ ഇപ്പോഴേ എണീക്കൂല. അങ്ങനെ പുറത്തിരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. അച്ഛനും അമ്മയും ഉള്ളിൽ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട്. അവർ ടി വിയും കണ്ടുകൊണ്ട് ചോറ് കഴിക്കുന്നത്. നമ്മൾ പുറത്തിരുന്നിട്ട് ഓരോ വർത്താനം പറഞ്ഞ് ചോറ് കഴിച്ചു. ഇന്ന് വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പവർ ബാങ്കെല്ലാം കുത്തി സെറ്റാക്കി വെച്ചതാണ്. എന്തോ ഭാഗ്യത്തിന് കറണ്ട് പോയിട്ടില്ല. ഒരു വൈകുന്നേരം ആകുമ്പം അമ്മമ്മ ഇത് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഞാനും കുഞ്ഞാവിയും അമ്മമ്മ പായസം കൊണ്ടുവരുന്നേയും കാത്തിരുന്നതാണ്. അങ്ങനെ അമ്മമ്മ ഇതാ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അമ്പലത്തെയും തറവാട്ടത്തെല്ലാം പായസം ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് മാത്രമേ ഉണ്ടായിട്ടു. ആ കുറച്ചുണ്ടായത് തന്നെ ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി വന്നത് ഞാനും കുഞ്ഞാവിയും തീർത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അമ്മമ്മയാണെങ്കിൽ ആടെ ഇരുന്ന് തറവാട്ടിൽ പോയ ഓരോ കഥ ഇങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു. അങ്ങനെ കുറേ നേരം ആടെ ഇരുന്നിട്ട് അമ്മമ്മയുടെ കഥ കേട്ടു. സ്വതവേ എനിക്ക് ഈ പായസത്തിനെല്ലാം നല്ല മധുരം വേണം. പക്ഷെ ഇതിന് അത്ര മധുരം ഇല്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായി. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ കുറച്ച് അച്ഛനും കൊടുത്തു, കുറച്ച് അമ്മക്കും കൊടുത്തു. എനക്കും മുന്നേ ഈ പായസത്തിന് കാത്തിരുന്നത് കുഞ്ഞാവയാണ്. അപ്പോൾ അമ്മമ്മ വരുന്ന സമയത്ത് ഓൾ കുളിക്കുന്നതാണ് ഉണ്ടായത്. ഓളാണെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഒച്ചത്തിൽ പറയുന്നുണ്ട്, ചേച്ചി തീർക്കല്ല, ഞാൻ വരട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് കുഞ്ഞാവക്കും കൂടി അവിടെ വെച്ചു. കുറച്ചേ ഉണ്ടായിട്ടു. പിന്നെ ഉണ്ടായിനി അവില്, പൊരി, അങ്ങനെ കുറേ സാധനങ്ങളിലുണ്ടായിനി. എനിക്ക് ഈ പായസം മാത്രം മതി. കുളിക്കാൻ പോയ ആൾ കുളിക്കാണ്ടാന്ന് തോന്നുന്നു വന്നത്. നേരത്തെ തതിയെ കുപ്പായിട്ടിട്ടാന്ന് വന്നിട്ടില്ലേ.
ഞാനെല്ലാം തീർക്കുന്നില്ല ടെൻഷനിൽ കുളിക്കുന്നതിനിടയിൽ ഇട്ട കുപ്പായം ഇട്ടിട്ട് വന്നാൻ തോന്നുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം ആടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. അപ്പോഴേക്കും ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ നേരെ കുളിച്ച് വിളക്ക് വെക്കണം. അതിനിടയിൽ ഞാനും കുഞ്ഞായും പുറത്തിരുന്നിട്ട് കുറേ നേരം അമ്മേനോട് ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിരുന്നു. ഒരു വൈകുന്നേരം ആയപ്പം അച്ചച്ചൻ മീനും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിന്. ഇന്ന് മത്തിയാണ് കിട്ടിയിട്ടുണ്ടായത്. എനിക്കാണെങ്കിൽ മത്തി തന്നെ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. എന്താ വെച്ചാൽ മത്തിയിൽ ആ ഒരു എണറില്ലേ, നെയ്യ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് അമ്മ നല്ല വാഴ ഇലയിൽ ഉപ്പും മുളകിലിട്ടില്ല, ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് അമ്മ വാഴ ഇലയിലാക്കി തരലുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അമ്മേനോട് മത്തി മേടിച്ചാൽ മതി എന്ന് പറയും. അച്ഛനാണെങ്കിൽ കുളിക്കാൻ വേണ്ടി അടുപ്പത്ത് വെള്ളം വയ്ക്കുകയെന്ന്, അമ്മമ്മയാണെങ്കിൽ ഇടുന്നത് ആ മത്തി ക്ലീൻ ആക്കുകയെന്ന്. എനിക്ക് മത്തി മീനല്ല ഇഷ്ടം, അതിൻ്റെ ഇണറ്. ആ ഇണറ് മാത്രം വെറുതെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ നമ്മൾ ഇവിടെയൊന്നും ആ ഇണറ് മാത്രം അങ്ങനെ വെറുതെ കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കിട്ടിയെങ്കിൽ ഞാൻ എന്തായാലും അത് മാത്രം മേടിക്കട്ടെ. എനക്കും കുഞ്ഞാവക്കും വീട്ടിലെ അമ്മക്കും നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അധികവും ഇത് ഈ ഇണറ് നല്ലോണം ഉണ്ടെങ്കിൽ ഈ വാഴ ഇലയിൽ ഇട്ടാന്ന് പൊരിച്ചു തരല്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറച്ച് അങ്ങോട്ട് എത്തിയാൽ കാണിച്ചു തരാം. അങ്ങനെ കുറേ നേരം ആടെ ഇരുന്ന് അച്ഛനോടും അമ്മമ്മനോടും ഓരോ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അച്ഛനാണെങ്കിൽ മേത്ത് ഫുള്ള് കൊയമ്പെല്ലാം തേച്ചിട്ടാണ് ഈ ചൂടുവെള്ളം വെക്കുന്നത്. മേലും കൈയും വേദന ആയതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ കാണിച്ചിട്ട് മേത്ത് ഫുള്ള് കൊയമ്പ് തടവലുണ്ട്. അത് ഞാൻ പണ്ട് മുതലേ കാണുന്നതാണ് കേട്ടോ. അച്ഛന് പണ്ട് മുതലേ ഉണ്ട് ഈ ഒരു കൊയമ്പ് തടവിയിട്ട് കുളിക്കുന്നൊരു ശീലം. അങ്ങനെ കുറേ നേരം പുറത്തിരുന്നിട്ട് ഓരോ വർത്താനം ഇങ്ങനെ പറഞ്ഞു. ഞാനാണെങ്കിൽ അതിനിടയിൽ ഇനിയിപ്പം ഓണെല്ലാം വരാനായില്ലേ, ഞാൻ കണ്ടത്തിൽ പോയിട്ട് എന്തെല്ലാം പോവാന്ന് പിടിച്ചതെന്ന് ഇങ്ങനെ നോക്കിയതാണ്. ഏറ്റവും കൂടുതൽ കൃഷ്ണഗിരി തന്നെയാണ്, അത് കുറേ ഉണ്ട്. നല്ല ഉഷാറിൽ പിടിച്ചിട്ടുണ്ട്. ഓണം വരെ നിൽക്കുമെന്ന് ഇപ്പം അറിയില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ കൃഷ്ണഗിരി ഇടം ഓണത്തിന് ഇടുന്ന തന്നെയാണ് പറിക്കൽ. ഇപ്പം തന്നെ ഉണ്ട്, ഇപ്പുറം ഉണ്ട്, അതുപോലെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ സൈഡും ഉണ്ട് കുറേ. അതുപോലെ കണ്ടത്തിൽ എല്ലാ പ്രാവശ്യവും അരിപ്പൂ പിടിക്കും, കുറേ പിടിക്കും. ഒട്ടുമിക്ക ഈ ഓണത്തിടേണ്ട പൂക്കളെല്ലാം എൻ്റെ വീടിന് ചുറ്റും ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് എന്തോ ഒരു ഭാഗ്യമാണ്. ഈ റംബൂട്ടാൻ മരത്തിൻ്റെ വളർച്ച കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് വെക്കുന്ന സമയത്ത് എൻ്റെ അത്രയും ഉണ്ടായിട്ടാ, ഇപ്പം എന്നെക്കാളും നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട്. കുറേ പൂവ് ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഓണത്തിന് ഏതെല്ലാം ഇടണ്ടെന്ന്. ഇനിയിപ്പോൾ ഇതെല്ലാം ഓണം വരെ നിൽക്കുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാ അപ്പുറം വല്യമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും വെറുതെ അപ്പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും അപ്പുറം ആരുമില്ല, ത്രിധോനിയും കാണുന്നില്ല, ആരുമില്ല. അങ്ങനെ പോയ കുഞ്ഞാവ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു. ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് വീടിന് ചുറ്റും വെറുതെ ഒരു റൗണ്ട് നടന്നിട്ട് വരാം, എന്തെങ്കിലും കണ്ടാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ നടക്കാൻ ഇറങ്ങി. ഈ ഒരു സാധനം പ്രേമം മൂവിയിൽ ആ ഒരു സോങ്ങിലുണ്ട്. പണ്ടേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഊതലാണ് നമ്മളെ പണി. ഞാൻ കാണിച്ചറിയതാ, ഇതുപോലെ അത് ഫുൾ എൻ്റെ മുഖത്തേക്ക് തന്നെയായി. അങ്ങനെ കുറേ ജമന്തിയെല്ലാം അപ്പുറത്തെ സൈഡ് പിടിച്ചിട്ടുണ്ടായിനി. അങ്ങനെ ജമന്തിയും നോക്കി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. കുഞ്ഞാവാണെങ്കിൽ ഓരോ വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. ഈ ഒരു പെട്ടിയിൽ വീട്ടിലത്തെ ഈ ഒരു ഫുഡിൻ്റെ എല്ലാം വേസ്റ്റ് ഇട്ട് വെക്കുന്നതാണ്. അത് പന്നിക്ക് കൊടുക്കാൻ വേണ്ടി. നമ്മൾ ഈ ഒരു ചുറ്റുവട്ടത്തിൽ ഒട്ടുമിക്ക എല്ലാ വീട്ടിലത്തെയും ഫുഡ് ഇതുപോലെ പന്നിക്ക് കൊടുക്കൽ തന്നെയാണ്. എല്ലാവരുടെ വീട്ടിലെയും വേസ്റ്റ് ഒരു വലിയ ബക്കറ്റിൽ കൊണ്ടുപോയി ഇടും. അതിൻ്റെ ആൾ വരുമ്പോൾ പയ്യെ വന്നാൽ അയാൾ എടുത്തത് കൊണ്ടുപോകും. കുഞ്ഞാവേദ അപ്പുറം പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്, അപ്പുറം ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് നേരത്തെ ഒരു ഡൗട്ട് ഉണ്ടായിന്, കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കും, അവനിങ്ങനെ അച്ചപ്പാടാക്കിക്കൊണ്ടിരിക്കും. ഇത്ര നാൾ മേടിൽ നല്ലോണം വെള്ളം കെട്ടി കിടക്കുന്ന ഉണ്ടായത്. കുഞ്ഞു കുഞ്ഞു മീനും ഉണ്ടായിന്. ഇപ്പം ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ ഫുള്ള് വെള്ളം വറ്റി. ഞാൻ ഇന്നലെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഞാൻ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ വോയിസ് ഇടുന്നത്. ഇന്നത്തെ ദിവസം ആകുമ്പോഴേക്കും ഇവിടെ വീണ്ടും നല്ലപോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടായിനി. അപ്പം ഇന്നലെ രാത്രിക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിനി. അപ്പം ആ ഒരു മഴക്ക് ഇന്ന് അത്യാവശ്യം വീണ്ടും വീട്ടിന് ചുറ്റും വെള്ളം കെട്ടി കിടന്നിട്ടുണ്ട്. അമ്മ അതാ പന്നീർ ആ ഒരു വേസ്റ്റും കൊണ്ട് കൊടുത്തിട്ട് അമ്മ തിരിച്ചു വരുകയെന്ന്. ഒരു വൈകുന്നേരം ആകുമ്പം എല്ലാവരും വേസ്റ്റും ആ ഒരു ബക്കറ്റിൽ കൊണ്ടുപോയി ഇടും. ഇനിയിപ്പോൾ നേരെ പോയി കുളിക്കണം. ഒരു വൈകുന്നേരം ആയപ്പം അമ്മ മത്തി കിണറ് പൊരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അതിനിടയിലാണ് അപ്പുറത്തെ വല്യമ്മേനെയും ഇപ്പുറത്തെ വല്യമ്മേനെയും കണ്ടത്. അങ്ങനെ കുറച്ചു നേരം എല്ലാവരോടും വർത്താനം പറഞ്ഞ ആടെ ഇങ്ങനെ നിന്നു. വാഴ ഇലയിലാണ് ഈ ഒരു ഇണറ് പൊരിക്കൽ. അതിന് വേണ്ടിയിട്ട് അമ്മ വാഴ ഇല പറിക്കുന്നേ. ഓവറായിട്ട് ഈ മസാല എല്ലാം കൂട്ടി ചേർത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കളയണ്ട. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും മാത്രം മതി. പണ്ട് മുതലേ അമ്മ നമുക്ക് ഇത് രണ്ടും മാത്രം ഇട്ടിട്ടാണ് ആക്കി തരലേ. അമ്മയ്ക്ക് ഇത് അമ്മയുടെ അമ്മയാക്കി കൊടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ അമ്മ നമുക്കാക്കി തരുന്നത്.
അങ്ങനെ നേരെ കൊണ്ടുപോയി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പം ആ ഒരു ഇല വാടിയ മണവും അതുപോലെ ഒരു ഇണറിൻ്റെ മണവും എല്ലാം കൂടി നല്ല സെറ്റായിട്ട് വരും. മീനിൻ്റെ മണം അടിച്ചപ്പോഴേക്കും ഇവനിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കലായി. അച്ഛനാണെങ്കിൽ ഒരു സന്ധ്യ ആകുമ്പം വീട്ടിലെപ്പം ഭക്തിഗാനം വെക്കും. അങ്ങനെ കുറേ നേരം ഞാൻ ആ ഭക്തിഗാനം കേട്ട് ആടിയിരുന്നു. അതിനിടയിൽ ഞാൻ പോയി കുളിച്ചു. ഞാൻ തല കുളിച്ചിട്ടുണ്ടായിട്ട, രാവിലെ അല്ലേ തല കുളിച്ചത്. അപ്പം വൈകുന്നേരം ഞാൻ തല കുളിച്ചിട്ടുണ്ടായിട്ട. ഒരു 6:30 ആയപ്പം ഞാൻ നേരെ പോയി വിളക്ക് വെച്ചു. അതിനിടയിൽ അച്ഛൻ്റെ ഒരു കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ടായിനി. അപ്പം ആൻറ്റിനോട് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നോണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞിട്ടുണ്ടായിട്ട. അപ്പം അമ്മയാണെങ്കിൽ ഇപ്പം ഞാൻ വിളക്കെല്ലാം വെച്ചതിന് ശേഷം അമ്മ രാമായണം വായിക്കണം, നല്ലോണം സമയം വൈതുകൊണ്ട് തന്നെ അമ്മ വേഗം പോയി ചടപട കുളിക്കുകയെന്ന്. അങ്ങനെ വിളക്കെല്ലാം വെച്ച ശേഷം എനിക്കാണെങ്കിൽ ഒരു മാഗി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അമ്മ കടയിൽ പോകുന്ന സമയത്ത് ഞാൻ വരുമ്പോൾ മാഗി വേണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോഴേക്കും അമ്മ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിനി. ഇനി നേരെ പോയി രാമായണം വായിക്കണം. ഞാനാണെങ്കിൽ കുറേ നേരം അമ്മമ്മനെയും കാത്ത് പുറത്തന്നെ ഇരുന്നു. എനിക്കാണെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിനി. അമ്മ ഇതാ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു വ്ളോഗിൻ്റെ ലെങ്ത്ത് നന്ന കുറവായിരിക്കും. ഞാനങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പേടി കൂടിയാണ് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ മുന്നേത്തേയിൽ എനിക്ക് സേവ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു പേടിയും കൂടിയായി. ഞാൻ വീഡിയോ എഡിറ്റ് ആക്കിയിട്ട് എനിക്ക് വീണ്ടും ഡിലീറ്റ് ആക്കേണ്ട ഒരു അവസ്ഥ വന്നിനി. ഞാനിനിയിപ്പം ക്യാപ്കട്ടിൽ എഡിറ്റ് ആക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ എഡിറ്റ് അറിയില്ല. യൂട്യൂബ് നോക്കി നോക്കി പഠിക്കണം. അങ്ങനെ നമ്മളെ മത്തി ഇണർത നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്, നല്ലൊരു മണവുമാണ്. പക്ഷെ ഇതാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒട്ടുമില്ല കാണാൻ. ആകെ അത്ര പോരേ കിട്ടുകയുള്ളൂ. മത്തി കാണിക്കുന്നതും വീട്ടിൽ കറക്റ്റായിട്ട് മത്തി കാണിക്കും. അതിൽ ഇണറ് കൂടിപ്പോയ ഒരു 1-2 മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഈ ഇണറ് മാത്രം വെറുങ്ങനെ കിട്ടുമെങ്കിൽ ഞാൻ എന്തായാലും വേണിക്കട്ടി. അങ്ങനെ അമ്മമ്മ ഇതാ പീടികയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് മാഗി ആക്കി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തെന്ന് എനിക്കറിയാം. എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.